നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് 11 മാസത്തിലേറെയായിരിക്കുകയാണ്. ഏകദേശം ഒരു വർഷം അടുക്കാറാകുന്നു. അങ്ങനെ ആദ്യമായി ഈ ഒരു വർഷത്തിനിടയിൽ ആദ്യമായി ഹൂതികളുടെ ഒരു ആക്രമണം ഇസ്രായേലിന്റെ നെഞ്ചത്തേക്ക് എത്തിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ഹൂതികൾ എത്ര വേണമെങ്കിലും ആക്രമിച്ചോട്ടെ, കൃത്യമായി തിരിച്ചടി നൽകുമെന്ന പ്രഖ്യാപനത്തിലാണ് ഇപ്പോൾ ഇസ്രായേലും നിൽക്കുന്നത്. എന്നാൽ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവാണെന്നാണ് ഹമാസിന്റെ മുതിർന്ന നേതാവ് ഒസാമ ഹംദാൻ പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഹമാസിന്റെ 95% സൈനികരും അവരുടെ പടയാളികളും ഒക്കെ തന്നെ മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവൻ ഇപ്പോൾ ബാക്കിയില്ല എന്ന റിപ്പോർട്ടുകളാണ് ഔദ്യോഗികമായി വരുന്നത്. ഈ ഔദ്യോഗിക കണക്കുകളിലൊക്കെ തന്നെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഹമാസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ഒസാമ ഹംദാൻ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഹമാസ് നഷ്ടങ്ങൾ സംഭവിച്ചു, ഇനിയും ഇസ്രായേലിനെതിരെ പ്രതിരോധം തീർക്കാൻ ഹമാസിന് വലിയ രീതിയിൽ സാധിക്കുമെന്നും ഹംദാൻ പറയുകയാണ്. യുദ്ധത്തിൽ ധാരാളം പേർ കൊല്ലപ്പെട്ടു. പ്രതിരോധം ശക്തിപ്പെടുന്നതിനായി ഹമാസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു യുദ്ധമായിരുന്നിട്ട് കൂടി കൊല്ലപ്പെട്ടവരുടെ എണ്ണം പ്രതീക്ഷിച്ചതിലും വളരെ കുറവാണെന്നാണ് ഹംദാൻ പറയുന്നത്. യുദ്ധം ഒഴിവാക്കാൻ നെതന്യാഹുവിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്ക തയ്യാറാകുന്നില്ല. അമേരിക്കൻ ഭരണകൂടം വേണ്ടത്ര രീതിയിൽ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. വെടിനിർത്തലിൽ നിന്നുള്ള ഇസ്രായേലിന്റെ ഒഴിഞ്ഞുമാറലുകളെ അവർ ഓരോ രീതിയിലും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഹമാസ് കുറ്റപ്പെടുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, സമാധാന ചർച്ചകൾക്ക് വിളിക്കുമ്പോൾ ആരാണ് ചർച്ചകളിൽ പങ്കെടുക്കാതെ വഴിമാറി നിൽക്കുന്നത്? പ്രധാനമായും ചർച്ചകളിൽ പങ്കെടുക്കാതെ മധ്യസ്ഥ രാജ്യങ്ങളോട് മാത്രം ചർച്ച ചെയ്യുന്നത് ആരാണ്? ചർച്ചയ്ക്കായി വന്നിട്ട് ഒട്ടക ബിരിയാണിയും തട്ടി മിണ്ടാതെ ഏമ്പക്കവും വിട്ടു പോകുന്ന ടീമുകൾ ആരാണെന്ന് ഈ ലോകരാജ്യങ്ങൾക്ക് നന്നായി അറിയാമെന്നുള്ള നിരീക്ഷണങ്ങളൊക്കെ തന്നെ പല ഭാഗത്തു നിന്ന് വരികയാണ്. അവരാണ് ഇന്ന് ഇസ്രായേലിനെ കുറ്റം പറയുന്നത് എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഇസ്രായേൽ ഒരിക്കലും ശക്തമായ പ്രതിരോധ ശക്തി ഉള്ളവരല്ല. കഴിഞ്ഞ ദിവസങ്ങൾ ഹൂതികൾ സെൻട്രൽ ഇസ്രായേലിന് നേരെ വ്യോമാക്രമണം നടത്തിയെന്ന കുറ്റപ്പെടുത്തലും ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഇതെല്ലാം ഇസ്രായേലിന്റെ കഴിവിന്റെ പരിമിതികൾ തെളിയിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. വ്യോമ പ്രതിരോധ സംവിധാനമെല്ലാം ഇതിൽ ഉൾപ്പെടുമെന്നും ഹംദാൻ പറയുന്നു. അതേസമയം വിട്ടുവീഴ്ച ചെയ്യാൻ വിസമ്മതിക്കുന്നത് ഹമാസ് ആണെന്നും അവരുടെ സമ്മർദ്ദങ്ങൾക്ക് മേൽ വഴങ്ങില്ല എന്നുമാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ സൈന്യം 17,000-ലധികം ഹമാസ് ഭീകരരെ വധിച്ചതായും നെതന്യാഹു പറയുന്നു. ബന്ദികളാകപ്പെട്ടവർക്ക് പകരമായി ഇസ്രായേലിൽ തടങ്കലിലുള്ള മുഴുവൻ ഹമാസ് ഭീകരരെയും വിട്ടയക്കണമെന്ന ആവശ്യവും ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നു. അത് അംഗീകരിക്കാൻ ഇസ്രായേലും തയ്യാറായിട്ടില്ല. ഇതോടെ മാസങ്ങളായി നീണ്ടുനിന്ന സമാധാന മധ്യസ്ഥ ചർച്ചകളിലും അനിശ്ചിതത്വം ഉടലെടുത്തിരിക്കുകയാണ്. കണക്കുകൾ പ്രകാരം ഒക്ടോബർ 7-ന് 251 പേരാണ് ഹമാസ് ബന്ദികളാക്കിയത്. ഇവരിൽ 97 പേർ ഇപ്പോഴും തടങ്കലിലാണ് ഉള്ളത്. 33 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം യമനിലെ വിമത വിഭാഗമായ ഹൂതികൾ തൊടുത്ത മിസൈൽ ആദ്യമായാണ് മധ്യ ഇസ്രായേലിൽ പതിച്ചത്. അതിർത്തി കടന്ന് മിസൈൽ ഇസ്രായേലിൽ എത്തുകയായിരുന്നു. ഇതോടെ ടെൽ അവീവിലും മധ്യ ഇസ്രായേലിന് ഇടയിലുള്ള സൈറണുകൾ മുഴങ്ങുകയും ചെയ്തിരിക്കുകയാണ്. പ്രാദേശിക സമയം രാവിലെ 6:35-നായിരുന്നു ആക്രമണം ഉണ്ടായത്. ജനങ്ങൾ അഭയ കേന്ദ്രങ്ങളിലേക്ക് ഓടുകയായിരുന്നു. തുടർന്ന് ഇൻസ്പെക്ടർ ഉപയോഗിച്ച് തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വയലുകളിലും ഒരു റെയിൽവേ സ്റ്റേഷൻ സമീപവും പതിച്ചു. ആളപായമില്ലെങ്കിലും 9 പേർക്ക് പരിക്കേൽക്കുകയാണ് ഉണ്ടായത്. 11.5 മിനിറ്റിനുള്ളിൽ 2040 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന പുതിയ ഹൈപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. ഹൂതി സൈനിക വക്താവ് യഹിയ പറയുന്നതനുസരിച്ച് ഇൻസ്പെക്ടർ ഉപയോഗിച്ച് മിസൈൽ തകർത്തെന്നാണ് പറയുന്നത്. എന്നാൽ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നും മറ്റൊരു വാദവും ശക്തിപ്പെടുന്നുണ്ട്. ആക്രമണത്തിന് ഹൂതികൾ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ള ആർക്കും ഹുദൈദ തുറമുഖം സന്ദർശിക്കാമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ജൂലൈയിൽ ഡ്രോൺ ഉപയോഗിച്ച് ടെൽ അവീവിനെ ആക്രമിച്ച ഹൂതി നടപടിക്ക് പ്രതികാരമായി യമനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണം പരാമർശിച്ചായിരുന്നു നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. എന്തായാലും യമന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഹൂതികൾക്ക് അനാവശ്യ പ്രോത്സാഹനം നൽകി ഇത്തരം നടപടിയിലേക്ക് കടത്തിവിടുന്നത് യമനാണ്. അതുകൊണ്ട് തന്നെ യമനും ഇറാനും ഒക്കെ തന്നെ ചേർന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാനുള്ള സാധ്യത അത് യമനിലേക്കോ ഇറാനിലേക്കോ എവിടെ വേണമെന്ന് ഇസ്രായേൽ ഇനി തീരുമാനിക്കും. ആളപായമില്ലെങ്കിലും റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണമായി കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എങ്ങനെ നീണ്ടു പോകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ കൂടുതൽ ശക്തമായി തന്നെ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഹൂതികൾ ഒരു വലിയ തലവേദനയായി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറെ നാളുകൾ മിണ്ടാതിരിക്കും, വീണ്ടും ഒരു ഈ മിസൈൽ അയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ തന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കുക, അത് തന്നെയാണ് പ്രധാന ലക്ഷ്യമായി മാറിയിരിക്കുന്നത്.